ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓണം കഴിഞ്ഞിട്ടുണ്ടാവുന്നില്ല, എന്നാലും തിരുവോണം കഴിഞ്ഞല്ലോ. തിരുവോണമൊക്കെ നല്ലതായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്ന് അവിട്ടം നാളിലെ നിങ്ങളുടെ എനർജി നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ എനർജി? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് സോഡ്സ് ആണ്. പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പം നമ്മൾ പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ ശരിക്കും നമ്മളൊരു പാഠം പഠിച്ച ഒരു കാര്യം, ഓക്കെ, പാഠം പഠിച്ച ഒരു കാര്യം നമ്മൾ അല്ലെങ്കിൽ പാഠം പഠിപ്പിച്ച ഒരു അനുഭവത്തെക്കുറിച്ച് ഇന്ന് ആലോചിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സോഡ്സ്, 2 ഓഫ് കപ്സ്, 9 ഓഫ് വൺസ്. ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ മുൻപ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പുകളിലെ ഇഷ്യൂസ്, അത് ചിലപ്പോൾ നിങ്ങൾ നല്ല പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്കുണ്ടാവുന്ന ചില പേടികളുണ്ടല്ലോ. നിങ്ങൾ ചില ആ റിലേഷൻഷിപ്പ് തിരിച്ചു വരുമോ എന്നുള്ള പേടിയായിരിക്കാം, റീയൂണിയൻ ഉണ്ടാവുമോ എന്ന പേടിയായിരിക്കാം, ചിലപ്പോൾ എന്തുകൊണ്ടാണ് റീയൂണിയൻ ഉണ്ടാവാത്തത് എന്നൊരു പേടിയായിരിക്കാം. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്, അതായത് മുൻപ് നിങ്ങളൊരു പാഠം പഠിപ്പിച്ച് കടന്നു പോയ ഒരു സാഹചര്യം റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ പേടിച്ച് നിൽക്കുന്ന പോലെ കാണുന്നുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് റീയൂണിയൻ നടക്കാത്തതെന്ന് ഒരു പേടിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇപ്പോൾ പാസ്റ്റിലത്തെ ഒരു കാര്യമാണിത്. പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരുന്ന ഒരു കാര്യമായിരിക്കാം. മുൻപ് കഴിഞ്ഞു പോയതായതുകൊണ്ട് നിങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്, നിങ്ങളുടെ സോൾമേറ്റ് ആയിരുന്ന ഒരാൾ, നിങ്ങൾ എൻ്റെ റിലേഷൻഷിപ്പിലായിരുന്ന ഒരാൾ, നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച് കടന്നു പോയ ഒരാൾ, അയാൾ എന്തുകൊണ്ടാണ് തിരിച്ചു വരാത്തത് എന്നോർത്തൊരു പെയിൻ അനുഭവിക്കുന്ന പോലെയാണ് ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത്. മേ ബി നിങ്ങൾക്കതൊരു കാർമിക് റിലേഷനാണ്. നിങ്ങൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് ഹീലായി പുറത്ത് വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോഴും അതിൽ തന്നെ നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ആ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോഴും മാറിപ്പോയതായിട്ട് കാണുന്നില്ല. ദെൻ 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് മാനസിക സംഘർഷമാണ്. മേ ബി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഓർത്തിട്ടുള്ള മാനസിക സംഘർഷമായിരിക്കാം. ഇത് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് എൻ്റെ പോയത് മറ്റ് ചില ആളുകളുടെ ഒരു സാന്നിധ്യം കൊണ്ടൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീണ്ടും എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ ഇന്ന് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാവുന്നതോ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു റിലേഷൻഷിപ്പ് റീഡിങ് പോലെ വരുന്നുണ്ടല്ലോ. എന്താ ഒരു പാസ്റ്റിലത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്ന് സംഭവിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളത് ഓർക്കുമ്പോൾ എന്തുകൊണ്ടാണത് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ റീയൂണിയൻ നടക്കാത്തത്, ആര് കാരണമാണോ ഈ റിലേഷൻഷിപ്പ് എൻ്റെ പോയത്, ആ ആളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങളിന്ന് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ കാണുമോ, കേൾക്കുമോ, അവരെ കാണുമോ ഒക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മാനസികമായ സംഘർഷത്തിലേക്ക് നീളുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നതായിരിക്കും സാധ്യതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്കെതിരെ കോൺസ്പിറസി നടത്തുന്നതോ, നിങ്ങൾക്കെതിരെ വഴക്കുണ്ടാക്കുന്നതോ, നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ അത് മറ്റുള്ളവർ അറിയുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ 3 എന്ന് പറയുന്നത് ഒരു പേടിയുടെ എനർജി തന്നെയാണ്, പേടിയാണ്. അതുപോലെ ഒരു മൂഡ് സ്വിങ്സ് തോന്നുന്നതും, അതായത് കള്ളത്തരം പൊളിയുക, ഒരു കള്ളത്തരത്തിൻ്റെ കാർഡാണ്. 3 എന്ന് പറയുന്നത് ഒരു കള്ളത്തരത്തിൻ്റെ കാർഡാണ്. 2 ഫേസ് ഉണ്ട്. അപ്പോൾ ഫേസ് റിവീൽ ആവുന്നതാണ്. മുഖത്തെ കള്ളത്തരം പിടിക്കപ്പെടുക. അവിടെ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്നൊരു പേടിയോ അത്തരത്തിലുള്ളൊരു എനർജിയാണ് 3 എന്ന് പറയുന്നത് കേട്ടോ. കള്ളത്തരം പൊളിയുക എന്നുള്ളൊരു എനർജിയും കൂടിയാണ് 3. ദെൻ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക എന്നൊക്കെയാണ്. അതുപോലെ ജനറസ് ആയിട്ടിരിക്കുക, മറ്റുള്ളവർക്കും കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുക, മറ്റുള്ളവരെയും കൂടെ ഒരു സഹാനുഭൂതിയുടെ സഹിഷ്ണുതയോടുകൂടി കാണാനും അവരുടെ വിശ്വാസങ്ങളെ തകരാതെ നമ്മൾ അതിനെയും കൂടിയൊക്കെ ഹോൾഡ് ചെയ്തൊക്കെ മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം നടത്തുക എന്നാണ്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ധാരാളം പണം വരും എന്നുള്ളതാണ്.
ഓക്കെ, ഇതൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക എന്ന് തന്നെയാണ് കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുക, കുറച്ച് സ്റ്റേബിളായിട്ട് നിൽക്കുക എന്നൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു ടീമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, ടീം വർക്കിൻ്റെയും കൊളാബറേഷൻ്റെയും ഒക്കെ കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളിന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ചിലപ്പോൾ ഇന്ന് കാണുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതൊരു 3 ഓഫ് പെൻറ്റക്കിൾസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് തന്നെ വീണ്ടും കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ആരുടെയൊക്കെയോ റിലേഷൻഷിപ്പിൽ മൂന്നാമത്തുള്ള ആളുകളുടെ ഇൻ്റർഫിയറൻസ് കാരണം സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള റിലേഷൻഷിപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നതും ആ ആളുകളെക്കുറിച്ച് ആര് കാരണമാണോ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് ആ ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്നതോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് സംഘർഷപ്പെടുന്നതോ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കൊക്കെ പോകുന്നതൊക്കെ ആയിരിക്കും. റിലേഷൻഷിപ്പിൽ ഇഷ്യൂസൊക്കെ വരുവാണെങ്കിലും ഒരു ജോലിക്കാര്യത്തിനാണെങ്കിലൊക്കെ നിങ്ങൾ ഒരു മധ്യസ്ഥ ചർച്ചയിൽ അല്ലെങ്കിൽ ആളുകളെ കണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എനർജി കൊണ്ടാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ശരിക്കും രണ്ടുപേരുടെ ബന്ധത്തിലിടയ്ക്ക് മൂന്നാമതൊരാളുടെ ഇൻ്റർഫിയറൻസ് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു എനർജിയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളെ ഫിനാൻഷ്യലി അബണ്ടൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ എന്താണോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ധൈര്യമായിട്ട് നിങ്ങൾ തുടർന്ന് പഠിക്കാൻ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഒരു ബാലൻസ്, ലൈഫിലൊരു ബാലൻസ് ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ദെൻ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നമ്മൾ താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ ആ സത്യം അംഗീകരിക്കുക, അതിനോട് ആ സാഹചര്യത്തെ മെരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെങ്ത് ഉണ്ടാക്കുക, ബോൾഡായി ആക്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഇന്നുണ്ടാവുന്നു എന്നുള്ളതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അപ്പോൾ നമ്മളെ സ്ട്രോങ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചൊരു ഹാർഡ്ഷിപ്പിലൂടെ ഗോ ത്രൂ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ചില പ്രശ്നങ്ങളിൽ കൂടെ ഇന്ന് ചിലപ്പോൾ പോകാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. നൈറ്റ് ഓഫ് കപ്സ്, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് കേട്ടോ. ഇത് നിങ്ങളൊരു വ്യക്തിയെ കാത്തിരിക്കുന്ന ആളാണെങ്കിലാണേ, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് നിങ്ങളൊരാളെ കാത്തിരിക്കുകയാണെങ്കിൽ ആ ആളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ആ ആളുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടാനോ നിങ്ങൾക്കൊരു നല്ല വാക്ക് കേൾക്കാനോ ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ദെൻ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് വളരെ അൺകണ്ടീഷണലായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും, വളരെ വാത്സല്യത്തോടു കൂടി എല്ലാവരോടും പെരുമാറാൻ പറ്റും, ഒരു മദർലി അഫെക്ഷനും ഒരു മദർലി ലവ് ഒക്കെ ആയിരിക്കും ഇന്ന് എല്ലാവരോടും തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മളോട് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ തോന്നുന്ന വിധം നമ്മളുടെ എനർജി അവരുമായിട്ട് അലൈൻഡ് ആയിരിക്കും. അപ്പോൾ മറ്റുള്ളവർ വന്ന് നമ്മളോട് അവരുടെ പ്രശ്നങ്ങൾ പറയുകയും നമ്മളതിന് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയും അവരതിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്ന എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ക്വീൻ എന്ന് പറയുന്ന ആൾ എനർജി ക്വീനാണ്, മദർലി എനർജിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ആളെന്ന് പറയുന്നത് ഉള്ളിനുള്ളിൽ വളരെ ഡീപ്ലി വൂണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ആൾക്കും ഹീലിംഗ് ആവശ്യമുണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു നോവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പഴയ കാര്യങ്ങൾ ഹീലായി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്, പക്ഷേ അത് ഹീലായിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നിങ്ങളിന്ന് ചില കാര്യങ്ങളിൽ വേദനിക്കാൻ സാധ്യതയുണ്ടെന്നും കൂടിയാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. ഇവിടെ ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും ഹീലായിട്ടില്ല, യു ഹാവ് ടു ബി ഹീൽഡ് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനത്തെ അനുഭവങ്ങൾ ചിലപ്പോൾ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഇന്ന് വളരെ കൂടുതലായിരിക്കും. മറ്റുള്ളവർക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ വളരെ ഉത്സുകരായിരിക്കും. അതിനൊരു മടി തോന്നത്തില്ല. എന്തും മറ്റുള്ളവർക്ക് കൊടുക്കാൻ, കൈ കഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ വളരെ താല്പര്യമുള്ളൊരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ദെൻ 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇത് റിയൂണിയൻ്റെ കാർഡാണ്. ഒരു സോൾമേറ്റ്സ് ആയിട്ടുള്ള രണ്ടാളുകൾ തമ്മിൽ കാണുന്നതായിരിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കോംപ്രമൈസിലേക്ക്, ബാലൻസിലേക്ക് വരുന്നതായിരിക്കാം. ഓഫ് കോഴ്സ് ഇത് റിയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ
ഒരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, ഒരു സംരംഭം തുടങ്ങുക, പാർട്ട്ണർഷിപ്പിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ആ ഒരു പാർട്ട്ണർഷിപ്പ് വളരെ മികച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ദിവസമാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് എഫേർട്ട് ഇടുന്നോ അതേ എഫേർട്ട് തന്നെ ആ റിലേഷൻഷിപ്പിൽ തിരിച്ചും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് അവിടെ നിന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് എഫേർട്ട് ഇടുന്നുണ്ടോ അതേ എഫേർട്ട് നിങ്ങളും ഇടുക എന്നുള്ളതാണ്. കാരണം ഒരു വൺ സൈഡ് എഫേർട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അധികകാലം മുന്നോട്ട് പോകാനായിട്ട് സാധ്യത കുറവാണ്. ആ റിലേഷൻഷിപ്പിൽ ഒരാളുടെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അയാൾ തളരുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകും. അതുകൊണ്ട് എന്ത് എഫേർട്ട് അവിടെ നിന്ന് കിട്ടുന്നോ അതേ എഫേർട്ട് ഇവിടെ നിന്നും ഇടുക എന്നുള്ളതാണ്. എന്ത് ഈക്വൽ എഫേർട്ട് ഇട്ടുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് 2 ഓഫ് കപ്സ്. ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. പിന്നെ ലാസ്റ്റ് കാർഡ് വേൾഡാണ്. ഇതൊരു നിങ്ങൾ ഒരു ജീവിതചക്രം പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. അതായത് ജീവിത പാഠങ്ങൾ പഠിക്കുക, നമ്മൾ കുറേ ലൈഫ് ലെസൺസ്, ആത്മീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുക, അതിൻ്റെയൊക്കെ ഒരു അവസാനത്തെ കാർഡാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും കാർഡാണ്. അതുപോലെ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായും എൻഡായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല, ഇന്ന് അതിൻ്റെ അവസാനമാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ചിലപ്പോൾ ചില ഇൻഡ്യൂഷൻസ് ഒക്കെ തോന്നും, അത് എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ അതെന്താണെന്ന് വ്യക്തത കിട്ടത്തില്ല. ഒരു ഇൻഡ്യൂഷൻ കിട്ടും എന്തോ നമ്മുടെ ലൈഫിൽ എൻഡപ്പായി പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ തനിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കരച്ചിൽ വരിക, കരച്ചിൽ നിർത്താൻ പറ്റാതിരിക്കുക, ചില കാര്യങ്ങൾ ഓർത്തോർത്ത് കരയുക, തന്നെ വർത്താനം പറയുക, പുലമ്പുക, അങ്ങനെയുള്ള ചില എനർജീസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പെയിൻ അവിടെ റിലീസായി പോകുന്നതുകൊണ്ടാണ്. അത് അങ്ങനെ ഒരു കാര്യം, ഒരു കാർമിക് സിറ്റുവേഷൻ അവിടെ എൻഡായി പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് വരുന്നത്. അതുപോലെ ഈ തന്നെ ഇരുന്ന് കരയുക, അങ്ങനെയുള്ള കുറച്ച് ഡിപ്രസീവായിട്ടുള്ള മെൻറ്റാലിറ്റി ടെൻഡൻസീസൊക്കെ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു സക്സസ്സിലേക്കും കംപ്ലീഷനിലേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്ലോഷർ ആകുമ്പോൾ തന്നെ മനസ്സിലാക്കുക, വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ നീങ്ങുവാണ്. നിങ്ങളുടെ ലൈഫ് പുതിയൊരു പാതയിലേക്ക് പോവുകയാണ്. വളരെ ഫ്രഷ് ആയിട്ടൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു യാത്രയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊരു ഓവർസീസ് യാത്രയുടെ കാർഡും കൂടിയാണ്. ഇനി യാത്രയുണ്ട് എന്നുള്ളത് യാത്രയുണ്ട്, പ്ലസ് ഓവർസീസ് യാത്ര ചെയ്യുന്ന ആളുകളും ഉണ്ട്. വിദേശത്തേക്കൊക്കെ തിരിച്ചു പോകുന്ന ആളുകളായിരിക്കാം, വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള എനർജീസും കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ 5 ഓഫ് വാണ്ട്സ് ഒന്നുകിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളറിയാതെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടോ ഒക്കെ നിങ്ങളെ ആളുകൾ അസസ് ചെയ്യുന്നും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ പക്ഷേ മാത്രം മനസ്സിലാക്കത്തില്ല. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഗോസിപ്പിംഗ് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. ഈ 5 ഓഫ് വാണ്ട്സ് മോസ്റ്റ്ലി നമ്മൾ കാണുന്നത്, 3 ഓഫ് പെൻറ്റക്കിളും 5 ഓഫ് വാണ്ട്സ് മോസ്റ്റ്ലി കാണുന്നത് വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ ഗോസിപ്പിംഗ് നിങ്ങളെക്കുറിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവാം, ആരാണ് പറഞ്ഞതെന്ന് അറിയുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനോ അവിടെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ കോംപ്രമൈസ്ഡ് ആയിരിക്കണം, നിങ്ങളൊന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഇന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ്. ബോട്ടം വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. പ്രശ്നങ്ങൾ കോംപ്രമൈസിലേക്ക് വരും, പക്ഷേ കുറച്ച് സമയം ഒന്ന് മാനസിക സംഘർഷത്തിലൂടെയൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുക. കാരണം വേൾഡ് കാർഡ് പറയുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. അപ്പോൾ അത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത ഒരു ജീവിതത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് പെയിൻ ഉണ്ടാക്കുന്നോ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണെന്ന് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക. അതിന് ദൈവത്തിന് ആ അനുഭവങ്ങൾ തന്നതിന് നന്ദി പറയുക. ഇനി അതൊരിക്കൽ കൂടി ആവർത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ അബണ്ടൻസ് കാണുന്നുണ്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസിലൂടെ. അപ്പോൾ ഇതാണ് ഒരു മൊത്തത്തിലുള്ള എനർജി എന്ന് പറയുന്നത്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നത്? എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് തരുന്ന ഗൈഡൻസ്? എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. അപ്പം ഇവിടെ ഈ കുറേ കോൺഫ്ലിക്റ്റുകളും മെൻ്റൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം പേടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പാസ്റ്റിലത്തെ ഒരു കാര്യത്തെ ഓർത്ത് പേടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടാവും. നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ഈ വികാരം
സേഫ് ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിന് വർത്തി ആണെന്നാണ്. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരു തെറ്റൊന്നും അല്ലാതെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എനർജി ലവ് ആണ്. അതിൻ്റെ താഴെ മാത്രമാണ് എപ്പോഴും മണി എനർജി വരുന്നത്. അപ്പോൾ ഈ ലവ് എനർജി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ ന്യൂ ലവ് ആണ്. ഒരു പുതിയ ലവ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ ലവ് അല്ലെങ്കിൽ ഒരു പുതിയ പേഴ്സൺ ഓൾറെഡി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ഒരാളായിരിക്കാം. അയാൾക്ക് നിങ്ങളോടൊരു പ്രത്യേക താല്പര്യം തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരാൾ വരാൻ സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് പാസ്റ്റിൽ നിങ്ങളിലുണ്ടായിരുന്ന ഇപ്പോഴില്ലാത്ത ഒരാൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് കേട്ടോ. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സിനെ ഇട്ടിളക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യസ് ആൻഡ് കരിയർ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കോൺഫ്ലിക്റ്റിലൂടെ നിങ്ങളിപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസും ഒരു ഫാക്ടറായി മാറിയിട്ടുണ്ട്. അത് പൈസയുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വരുമ്പോൾ അതിൻ്റേതായ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് മാറുന്ന മുറയ്ക്ക് റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആവും. പക്ഷേ മാക്സിമം റിലേഷൻഷിപ്പുകളിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൈമാറ്റങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും അതിൻ്റെ ഹെൽത്തിന് നല്ലത്. ഓക്കെ. ദെൻ ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ് ആണ്. അത് ഞാൻ പറഞ്ഞ വേൾഡ് കാർഡിൻ്റെ കാര്യമാണ്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിടുക. ഒരാളോട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് ഇരിക്കേണ്ട. അത് ലെറ്റ് ഗോ ചെയ്ത് വിടുക, ഫോർഗീവ് ചെയ്ത് വിടുക. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് ഇംപ്രൂവിങ് ഹെൽത്ത് ആണ്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളതിന് സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കണം. നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഉറങ്ങണം, ഒക്കെ ചെയ്യണം കേട്ടോ. ദെൻ ഇൻ ദ നിയർ ഫ്യൂച്ചറാണ്. വളരെ അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് കാണുന്നുണ്ട്. റിക്കവറി. അപ്പം എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആരോ എന്തായാലും റീഡിങ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ റിക്കവേർഡ് ആകാൻ പോവുകയാണ്. പക്ഷേ യു ഷുഡ് മൈൻഡ് യുവർ ഹെൽത്ത്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ മൈൻഡ് ചെയ്യുക, അതിന് വേണ്ടുന്ന പരിഗണന കൊടുക്കുക. ബിക്കോസ് ഈ പറഞ്ഞ എല്ലാം ആളും അർത്ഥമൊക്കെ നമുക്ക് ജീവനുണ്ടെങ്കിലേ നമുക്ക് അറിവുണ്ടെങ്കിലേ അതുകൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. ഹെൽത്ത് നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിക്കവറി പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇൻ ദ നിയർ ഫ്യൂച്ചർ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.